ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പകരം വയ്ക്കാനില്ലാത്ത പോരാട്ടവും നിലപാടുകളും കൊണ്ട് കേരളമാകെ നെഞ്ചേറ്റിയ ജനകീയ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ഇനി ഓർമ്മകളിലെ ചിന്താരകമാകാൻ പോവുകയാണ്. വേലിക്കകത്ത് വീട്ടിലെത്തിയിരിക്കുകയാണ് അവസാനമായി വി.എസ്. അച്യുതാനന്ദൻ. അവിടെ അത്യധികം കൃത്യമായ വികാരഭരിതമായ യാത്രയയപ്പ് ആലപ്പുഴയിലെ ജനങ്ങൾ നൽകുകയാണ്. പുറത്ത് കാത്തിരിക്കുന്ന ആയിരങ്ങൾ അവർ മുദ്രാവാക്യം വിളികളോടെ വി.എസിന് അവസാന യാത്ര മൊഴിയേകുന്നു. സീഫ് സൈൻലബ്ദീൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സീഫ, അങ്ങനെ അവസാനമായ പോരാട്ട വഴികളിലൂടെ വി.എസ്. വീണ്ടും വേലിക്കകത്ത് വീട്ടിലെത്തിയിരിക്കുകയാണ്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഒരു അവസാന യാത്രയായി പോയി. ചേതനയേറ്റ ശരീരമായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നാണ്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പ്രിയ നേതാവാണ്, പ്രിയങ്കരനായ നേതാവാണ് വി.എസ്. അച്യുതാനന്ദൻ. അപ്പോൾ അവരെ സംബന്ധിച്ച്, ആലപ്പുഴക്കാരെ സംബന്ധിച്ച് ഈ യാത്രയയപ്പ്, ഈ അവസാന യാത്ര എന്ന് പറയുന്നത് എത്രത്തോളം വേദനാജനകമാണ്? ആ വേദന നമുക്ക് ഈ ആലപ്പുഴയിലെ ഓരോ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് ദിവ്യ. കാരണം നമ്മളിപ്പോ DC ഓഫീസിന് മുന്നിലാണ് ഉള്ളത്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇന്നലെ രാത്രി വൈകുന്നേരത്തിൽ തിരിച്ച് ഇന്ന് രാവിലെ എത്തിച്ചേർന്ന് വിജയിച്ച് കാണാൻ വേണ്ടി മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ്. വലിയ മഴ പെയ്യുമ്പോൾ കുറെ ആൾക്കാർ, മഴ നനഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇപ്പോൾ തന്നെ ആ ക്യൂ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് വി.എസിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തുന്നതിന് ഏതാണ്ടൊരു 2-3 മണിക്കൂർ മുമ്പാണ് ആ സംഭവം, ആ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ വേദന നമുക്ക് എല്ലാവരിലും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേലിക്കകത്ത് വീട്ടിലേക്ക് വി.എസിനെ അവസാനമായി കൊണ്ടുവരുമ്പോൾ വി.എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ആണ് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വൈകുന്നേരമാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏത് സമയത്ത് നടക്കും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. കാരണം അത്രയും ജനം ഉണ്ട് ഈ ആലപ്പുഴയിൽ. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ അത്രയും ജനമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വി.എസ്. അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ഓർമ്മിച്ചെടുക്കാൻ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വേലിക്കകത്ത് വീട്ടിലേക്ക് വി.എസ്. അച്യുതാനന്ദൻ അവസാനമായി എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ച് വൈകാരികം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ദിവ്യ. യെസ് സീഫ്, അത്രയധികം വേദനാജനകം തന്നെയാണ് അവരെ സംബന്ധിച്ച്. അവിടെ നിന്നാണ്, ആലപ്പുഴയിലെ മണ്ണിൽ നിന്നാണല്ലോ പുന്നപ്ര വയലാർ സമര നേതാവായും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ ആയുള്ള ഒരു യാത്ര വി.എസ്. തുടങ്ങുന്നത്. അപ്പോൾ ഈ സമരവും ആ വീടുമൊക്കെ തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ടാകില്ലേ സീഫ്? അതെ, വേലിക്കകത്ത് വീട്, ആ വീടും പുന്നപ്ര വയലാർ സമരവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം ദിവാന്റെ ഭരണത്തിനെതിരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുന്നു. പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തതിന് പിന്നാലെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുന്നു. തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ട് പാർട്ടി നേതൃത്വം വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചെങ്കിലും പിന്നീട് പാർട്ടി നേതാക്കളെ ഒന്നാകെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. അപ്പോ
ദിവാന്റെ പോലീസ് സേനയ്ക്കാണെന്നുണ്ടെങ്കിൽ അവരെ നേരിടാൻ വേണ്ടി തോക്കും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ പാർട്ടി അണികൾക്ക്, CPM നേതാക്കൾക്ക് അവരെ നേരിടാൻ വേണ്ടി മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അവരെ പിന്നീട് വാരിക്കുന്തം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇവരെ പോലീസിനെ നേരിടാൻ വേണ്ടി വാരിക്കുന്തം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ വാരിക്കുന്തം ഉണ്ടാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് ഏത് എന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന വേലിക്കകത്ത് വീടാണ്. ആ വേലിക്കകത്ത് വീട്ടിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ വാരിക്കുന്തം ഉണ്ടാക്കിയത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന കാര്യം. അവിടെ ആ വാരിക്കുന്തം ഉണ്ടാക്കി ആ സമരത്തെ നേരിടാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. ആ സമരം നടക്കുന്നു, പുന്നപ്ര വയലാർ സമരം നടക്കുന്നു. അതിനുശേഷം പാർട്ടി നേതാക്കളെ തുടർച്ചയായി അറസ്റ്റ് ചെയ്തപ്പോൾ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം VS അച്യുതാനന്ദൻ ഒളിവിൽ പോകുന്നു. പിന്നീടാണ് പാലയിൽ വെച്ച് VSനെ ഒറ്റുകൊടുക്കുകയും VS ഈ ദിവാന്റെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വരികയും VSനെ വയണിച്ചുകൊണ്ട് VSന്റെ കാലിൽ കുത്തി കയറ്റുകയും എല്ലാം ചെയ്തത്. പിന്നീടുള്ള സംഭവ ചരിത്രം ദിവ്യ കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കോലപ്പൻ ഈ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ കോലപ്പൻ ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പിന്നീട് VS ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഇപ്പോൾ VS ഉള്ള വേലിക്കകത്ത് വീടിന് ഒരു സമര ചരിത്രം കൂടിയുണ്ട്. അത് വെറുതെ ഒരു വേലിക്കകത്ത് വീടല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സമരത്തിന്റെ ഭാഗം കൂടിയാണ് ആ വേലിക്കകത്ത് വീട്. VS അച്യുതാനന്ദൻ ജനിക്കുന്ന വീടിന്റെ പേര് വേലിക്കകത്തെന്ന് അല്ല, അതാണ് മറ്റൊരു കൗതുകരമായ വസ്തുത. വെന്തലത്തറ എന്നാണ് VS അച്യുതാനന്ദന്റെ കുടുംബ പേര്. വെന്തലത്തറ ശങ്കരന്റെ മകനായിട്ടാണ് VS അച്യുതാനന്ദൻ ജനിക്കുന്നത്. പക്ഷെ പിന്നീട് VS അച്യുതാനന്ദൻ വീട് വെച്ചപ്പോൾ അത് വേലിക്കകത്ത് വീടായി മാറുന്നു. ആ വേലിക്കകത്ത് വീട്ടിലേക്കാണ് VS അച്യുതാനന്ദൻ എത്തുന്നത്. അങ്ങനെ കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട അധ്യായത്തിന്റെ ഭാഗം കൂടിയാണ് ആ വേലിക്കകത്ത് വീട്. ദിവ്യ.